താമരശ്ശേരിയിലെ ഷിബിലയുടെ കൊലപാതകം. പ്രധാന കാരണക്കാർ യാസറിന്റെ കുടുംബവും പോലീസും. അനാസ്ഥയുണ്ടായെന്ന് യുവതിയുടെ കുടുംബം. താമരശ്ശേരിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന് അസ്വസ്ഥതയുണ്ടായെന്ന് യുവതിയുടെ പിതാവ്. വിഷയത്തിൽ പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ തന്റെ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും പോലീസിനെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യാസറിന്റെ കുടുംബത്തിനെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. 28-ാം തീയതി താമരശ്ശേരി സ്റ്റേഷനിൽ വിശദമായ പരാതി നൽകി. യാസർ സ്റ്റേഷനിൽ വെച്ച പോലീസിനോട് കയർത്ത് സംസാരിച്ചു. എന്നിട്ടും പോലീസ് നടപടി ഒന്നും തന്നെ സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭർത്താവ് യാസറിന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് മകൾ പറഞ്ഞിരുന്നു. കുഞ്ഞുള്ളതുകൊണ്ട് അവിടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മകൾ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതോടെ മകളെ വീട്ടിലേക്ക് കൂട്ടി. വിഷയത്തിൽ പള്ളിക്കമ്മിറ്റി ഇടപെട്ടു. എന്നാൽ യാസറിന്റെ പിതാവ് പള്ളിക്കമ്മിറ്റി പറഞ്ഞപ്പോൾ വരാൻ തയ്യാറായില്ല. യാസർ പലതവണ വീട്ടിൽ മദ്യപിച്ച് വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൊലയ്ക്ക് ഉത്തരവാദി യാസറിന്റെ ഉമ്മയും ഉപ്പയുമാണെന്ന് പിതാവ് ആരോപിച്ചു. സംഭവശേഷം യാസർ മെഡിക്കൽ കോളേജിൽ വന്നത് താൻ മരിച്ചോ എന്നറിയാനാണ്. തന്നെയും യാസർ കൊല്ലും. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശാരീരികമായി ഉപദ്രവിച്ച് സന്തോഷം കണ്ടെത്തുന്ന രീതിയാണ് യാസറിന്. 4 ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു. ആർഭാട ജീവിതം നയിച്ചു. സ്വർണം പണയം വെച്ചു. മോളുടെ പിറന്നാൾ ആഘോഷിച്ചതിനാണ് വസ്ത്രമെടുത്ത് കത്തിച്ചത്. നല്ല നിലയ്ക്ക് പിരിയാമെന്ന് പറഞ്ഞാണ് അന്നത്തെ ദിവസം യാസർ വന്നത്. വന്നപ്പോൾ നല്ല സ്നേഹത്തിലായിരുന്നു. 2 കത്തി കൊണ്ടാണ് മകളെ കുത്തിയത്. നോമ്പ് തുറന്ന സമയത്തായിരുന്നു സംഭവം. പുറത്തിറങ്ങിയാൽ യാസർ എല്ലാവരെയും കൊല്ലും. പ്രതിക്ക് നല്ല ശിക്ഷ കൊടുക്കണം. അറബി നാടുകളിലെ ശിക്ഷ വേണമെന്നും ഷിബിലയുടെ പിതാവ് ആവശ്യപ്പെട്ടു.